ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വിദേശ വിപണികളിലെ ആവേശം ഉൾക്കൊണ്ട ഇന്ത്യൻ വിപണികൾ വാൾസ്ട്രീറ്റിലെയും ഏഷ്യൻ വിപണികളിലെയും നേട്ടം പ്രതിഫലിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നേട്ടത്തോടെ തുടക്കം. ക്രൂഡ് വിലയിൽ നേരിയ വർധന. കേന്ദ്ര ബാങ്ക് ധനനയം നാളെ. ബാങ്ക് സെർവർ തകരാർ മൂലം UPI പേയ്മെന്റുകൾ തടസ്സം നേരിട്ടു. ബാങ്കുകളിലെ ആഭ്യന്തര സാങ്കേതിക തടസ്സമാണ് കാരണമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സ് കുറിപ്പ്. വിശദീകരണം: നിരവധി ഉപയോക്താക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന്. ഡീപ് ഫേക്ക് നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഗോള ടെക് കമ്പനികൾ. നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ IT മന്ത്രാലയം കമ്പനികളുടെ പങ്കും പ്രവർത്തനവും കണക്കിലെടുക്കണമെന്ന് ആവശ്യം. അപേക്ഷ നൽകിയത് മൈക്രോസോഫ്റ്റ്, അഡോബ്, സെയിൽസ്ഫോഴ്സ് എന്നീ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന സോഫ്റ്റ്വെയർ അലയൻസ്. ഷോർട്ട് സെല്ലിംഗിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി ചൈനീസ് നിയന്ത്രിതാക്കൾ. കടം വാങ്ങിയ ദിനം തന്നെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനും വിലക്ക്. ഷോർട്ട് സെല്ലിംഗ് ഉപയോഗിച്ചുള്ള അനധികൃത മുന്നേറ്റം തടയുമെന്ന് ചൈനീസ് നിയന്ത്രിതാവ്. മറ്റു കമ്പനികൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ കണ്ടെത്താൻ മെറ്റ. AI സഹായത്തോടെയുള്ള ഡിജിറ്റൽ ചിത്രങ്ങൾക്ക് പ്രത്യേക ലേബൽ നൽകും. നീക്കം യഥാർത്ഥ ഫോട്ടോകളെ വെല്ലുന്ന ഡിജിറ്റൽ ചിത്രങ്ങൾ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ തുടർന്ന്. സാമ്പത്തിക ലോകത്തുനിന്നും നിരവധി വാർത്തകളാണ് വരുന്നത്. ഒന്ന്, നാളെ വരാനിരിക്കുന്ന RBIയുടെ ധനനയമാണ്. പണലഭ്യതയോടുള്ള RBIയുടെ സമീപനം എന്തായിരിക്കും? പലിശ നിരക്ക് അതേപോലെ നിലനിർത്തുമോ അതോ പലിശ നിരക്ക് കുറയ്ക്കുമോ കൂട്ടുമോ? ഇതൊക്കെ നോക്കി കാണുകയാണ്, അതിലേക്ക് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. മറ്റൊന്ന്, ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യം 30 ലക്ഷം കോടി കടന്നു എന്നൊരു സന്തോഷ വാർത്തയാണ്. 100 കോടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് ലുലു ഗ്രൂപ്പ് IPOയിലേക്ക് ഇറങ്ങുകയാണ്. അതും ഒരു ഇരട്ട ലിസ്റ്റിംഗിലേക്കാണ് IPOയ്ക്ക് പോകുന്നത്. റിയാദിലും അബുദാബിയിലുമാണ് ലുലു ഗ്രൂപ്പിന്റെ IPO ലിസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഈ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അങ്ങനെ സാധാരണമല്ല ഈ ഇരട്ട ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ലുലു ഗ്രൂപ്പ് പോകുന്നത് റിയാദിലും അബുദാബിയിലുമുള്ള ഇരട്ട ഗ്രൂപ്പിലാണ്. അപ്പോൾ പ്രവാസി മലയാളികളുടെ വലിയൊരു പിന്തുണ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ലുലു ഗ്രൂപ്പ് IPO പ്രാഥമിക ഓഹരി വിപണിയിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. ഇനി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ US വിപണിയുടെ ഒരു നേട്ടം, ഏഷ്യൻ വിപണികളിലെ ഒരു കയറ്റം, ഇതൊക്കെ ഇന്ന് ഇന്ത്യൻ വിപണിയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം. നിഫ്റ്റി ദേശീയ ഓഹരി വിപണി 22,004 എന്ന നിലയിലാണ് വ്യാപാരം തുടരുന്നത്. 75 പോയിന്റ് ഉയർന്ന്. അപ്പോൾ ആ പഴയ 22,000 എന്ന നിരക്ക് വീണ്ടും വന്നൊന്ന് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് വളരെ ശക്തിയോടുകൂടെ 310 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ബാങ്ക് മേഖലയിലുള്ള ഓഹരികൾ വ്യാപാരം തുടരുന്നത്. 46,001 എന്ന നിലയിലാണ് അവിടെ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി ദേശീയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 72,377, അവിടെയും 72,000 എന്ന് പറയുന്ന സേഫ് പോയിന്റ് കടന്നുവെന്നും കാണാൻ സാധിക്കും. 191 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. നമുക്ക് ഒരു അതിഥിയുണ്ട് ഇന്നത്തെ വിപണിയുടെ ഒരു ട്രെൻഡ് അറിയാൻ. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വിപണിയിലൊക്കെ ഒരു വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാവുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷേ ഈ ചൈനയിലെ ഷോർട്ട് സെല്ലിങ്ങിലുള്ള നിയന്ത്രണം US പലിശ നിരക്ക് കുറയ്ക്കുമോ നിലനിർത്തുമോ എന്നുള്ള ആ ഒരു ചോദ്യം, നാളെ റിസർവ് ബാങ്കിന്റെ ധനനയം വരാനിരിക്കുന്നു, IPO ചില കമ്പനികളുടേത് വരാനിരിക്കുന്നു, പാദഫലങ്ങൾ വരാനിരിക്കുന്നു, അതേപോലെ തന്നെ ഈ Paytm പോലുള്ള കമ്പനികൾക്ക് മേൽ RBI കൊണ്ടുവരുന്ന ഒരു നിയന്ത്രണം, ഇത് ഫിൻടെക് കമ്പനികളെ ആകെ ബാധിക്കും എന്ന് പറയുന്ന ആ മേഖലയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ വിപണിയിലെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്നും മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു. മാർക്കറ്റിന്റെ അണ്ടർടോൺ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യും. ഇത് ഇപ്പൊ പറഞ്ഞ ന്യൂസുകളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് നാളത്തെ ക്രെഡിറ്റ് പോളിസിയുടെ ഔട്ട്കം ആണ്. തീർച്ചയായും നാളത്തെ ക്രെഡിറ്റ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ് എല്ലാവരും വളരെ പ്രധാനമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇലക്ഷൻ വരികയാണല്ലോ. അപ്പൊ അതിന് മുന്നേ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇൻഫ്ലേഷൻ കുറച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് US മാർക്കറ്റുകളെക്കാളും അല്ലെങ്കിൽ മറ്റ് ഇതിനേക്കാൾ അപേക്ഷിച്ച് ഇന്ത്യയുടെ സ്ഥിതി കുറച്ച് മെച്ചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ എക്കണോമിയെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ കമ്പനികൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ലോണിന്റെ എല്ലാം താഴെ വരും. അപ്പൊ അങ്ങനെ അതൊരു വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റ്. അത് മാത്രമല്ല
ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇപ്പോൾ നിൽക്കുന്നത് BBB- എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. അപ്പോൾ ആ ലെവലിൽ നിന്ന് അതിനെ ഒന്ന് അടുത്ത ഒരു ലെവലിലേക്ക് ഉയർത്തുവാനായിട്ട് ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും അത് ഗ്ലോബലി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഗവൺമെന്റ് ബോണ്ടുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റും ഇവിടെ ഉയരുന്നത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും ഇന്ത്യൻ വിപണികൾക്ക് നല്ല കാലമാണ്, നിക്ഷേപകർക്ക് നല്ല അവസരമാണ് എന്ന് തന്നെയാണ് ശ്രീ പോൾ തോമസ് പറയുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ പൂർണ്ണമാവുകയാണ്. ഉച്ചയ്ക്ക് 1:30 കാണാം. ബാക്ക് ടു SKN. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.